നാഷണൽ ഹോളിഡേ സ്റ്റാർട്ട് ചെയ്തപ്പോൾ നമ്മൾ കുട്ടികളായിട്ട് പുറത്തു പോകാമെന്ന് എന്നുള്ളൊരു പ്ലാൻ ഇട്ടിട്ടോ. അപ്പോൾ അതൊരു ഡീലാട്ടോ നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. നമ്മൾ ഈ പോകുന്നതിന് ഒരു ചെറിയ കുറച്ച് ക്വാളിറ്റി ടൈപ്പ് ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ അതിന് നമ്മൾ ചൂസ് ആക്കിയത് ബീച്ചാട്ടോ. അതാകുമ്പോൾ കുട്ടികൾക്ക് കളിക്കുകയും ചെയ്യാം, നമുക്കിടയിൽ ഒരു ക്വാളിറ്റി ടൈം ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം. അപ്പോൾ എന്താണ് ഈ ക്വാളിറ്റി ടൈം എന്ന് പറയുമ്പോൾ അത് ജസ്റ്റ് ഒരു ടുഗദറായിട്ട് ഇരിക്കലും മാത്രമല്ല കേട്ടോ, അത് മനസ്സിൽ നിന്നൊരു ജെന്യൂൻ ആയിട്ടുള്ള കണക്ഷൻ ഫീൽ ചെയ്യുന്ന ഒരു മൊമെൻ്റാണ്. ഫോൺ, വർക്ക്, സ്ട്രെസ്സ് ഒക്കെ സൈഡിൽ വെക്കുമ്പോൾ ഫുള്ളി നമ്മൾ പ്രസൻ്റായി മറ്റുള്ളവരെ ട്രൂലി ലിസൺ ചെയ്യുമ്പോൾ അത് തന്നെയാണ് നമ്മൾ ക്വാളിറ്റി ടൈം എന്ന് പറയുന്നത്. ചില സമയം ലോങ് ടോക്ക് വേണമെന്നൊന്നുമില്ല, ഒരു കപ്പ് ടീ ഷെയർ ചെയ്ത് ഒരു സ്മോൾ വാക്ക് ചെയ്ത് ഒരു നല്ല സൺസെറ്റൊക്കെ നോക്കിയിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു സിമ്പിൾ മൊമെൻറ്റ്സ് ഹാർട്ടിൽ അങ്ങോട്ട് തങ്ങി നിൽക്കുന്ന ഒരു മെമ്മറീസ് ആയിട്ട് അത് മാറും. ക്വാളിറ്റി ടൈം മീൻസ് ഫീലിംഗ് വാല്യൂഡ്. ഒരാൾ നമുക്ക് വേണ്ടി സമയം ഡെഡിക്കേറ്റഡ് ചെയ്യുന്ന എന്നൊരു വാം ഫീലിംഗ് ആണിത്. ഞാനിവിടെ ഉണ്ട് നിങ്ങളെ കേട്ട് മനസ്സിലാക്കാൻ വേണ്ടി എന്നൊരു സൈലൻറ്റ് മെസ്സേജ് പോലെ അതിൽ തന്നെ ഒരു ഇമോഷണൽ ക്ലോസ്നെസ്സും ഉണ്ടാകും. ഫൈനലി ക്വാളിറ്റി ടൈം ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഒരു സ്നേഹത്തിൻ്റെയും ട്രസ്റ്റിൻ്റെയും കെയറിൻ്റെ ഫൗണ്ടേഷൻ ബിൽഡ് ചെയ്യുന്ന ഒരു ബ്യൂട്ടിഫുൾ ടൈമാണ്. ചില മൊമെൻറ്റ്സ് സ്മാളായാലും ഇമ്പാക്റ്റ് വളരെ വലുതായിരിക്കും. ഇത് റിലേഷൻഷിപ്പ് സ്ട്രോങ് ആക്കാനുള്ള ഒരു ബ്യൂട്ടിഫുൾ വേ ആണ് കേട്ടോ. ബിസി ലൈഫിൽ നിന്ന് ഒരു ചെറിയ ബ്രേക്ക് എടുത്ത് ഒരാളുടെ ടൈം സ്പെൻഡ് ചെയ്യുന്നത് ബോണ്ട് ഡീപ്പറാക്കാനും ട്രസ്റ്റ് ബിൽഡ് ചെയ്യാനായി ഒരു മാജിക് പോലെ വർക്ക് ചെയ്യും. ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യാൻ ബീച്ച് ചൂസ് ചെയ്തതിന് ഒരു സ്ട്രോങ് റീസൺ ഉണ്ട്. ബീച്ചിലിരിക്കുമ്പോണ്ടല്ലോ മനസ്സ് നാച്ചുറലി കാമായി പോകും. ചുഴൽ ബ്രീസ് ഫേസ് തൊട്ട് വരുന്ന ആ ഒരു ഫ്രഷ്നെസ്, വേവ്സിൻ്റെ ഒരു റിതമിക് സൗണ്ട്, സൺസെറ്റിൻ്റെ സോഫ്റ്റ് കളേഴ്സ്, ഈ എല്ലാം ടുഗദർ ആയാൽ ഒരു പീസ്ഫുൾ വൈബ് ക്രിയേറ്റ് ആക്കും. അതിൽ കോൺവെർസേഷൻ ഈസിയായി ഫ്ലോ ചെയ്യുന്ന പോലെ തോന്നും. ബീച്ച് ചൂസ് ചെയ്തതിന് മറ്റൊരു റീസണും കൂടി ഉണ്ട് കേട്ടോ, കുട്ടികളുടെ എൻജോയ്മെൻറ്റ്. ബീച്ചിൽ കുട്ടികൾ കളിക്കുന്നത് ജസ്റ്റ് ഫണ്ണായിട്ടുള്ള ഒരു ആക്ടിവിറ്റി മാത്രമല്ല കേട്ടോ, അതിൽ വലിയ ബെനിഫിറ്റും ഉണ്ട്. സാൻഡിലൊക്കെ നടക്കുമ്പോൾ, അതുപോലെ തന്നെ ഡിക്കിങ് ചെയ്യുമ്പോൾ, റണ്ണിങ് ചെയ്യുമ്പോൾ കുട്ടികളുടെ മസിൽ സ്ട്രോങ് ആക്കാനും ബാലൻസ് ഇമ്പ്രൂവ് ആക്കാനും, തിരകൾ വാട്ടർ റെസിസ്റ്റൻസ് കൊടുക്കുമ്പോൾ അത് ഫുള്ളും ബോഡി എക്സസൈസ് പോലെ വർക്ക് ചെയ്യും. അതുപോലെ തന്നെ അവരുടെ മെൻ്റൽ ബെനിഫിറ്റ്സ്, സോഷ്യൽ സ്കിൽസ്, ഓവറോൾ ബീച്ച് ഈസ് ദ പെർഫെക്റ്റ് പ്ലേസ് ഫോർ കിഡ്സ് ടു ഗ്രോ ഫിസിക്കലി, മെൻ്റലി ആൻഡ് ഇമോഷണലി. ഫൈനലി ബീച്ചിൽ കഴിയുന്ന ഈ ടൈം പിന്നീട് ഓർമ്മിക്കുമ്പോൾ ഒരു ഗോൾഡൻ മെമ്മറി പോലെ തോന്നും. നമ്മൾ കാമായി, ക്ലോസായി, കുട്ടികളും ഫുള്ള് ഹാപ്പിയായി ഒരു ബ്യൂട്ടിഫുൾ സ്പേസ് ഷെയർ ചെയ്ത ഒരു നല്ല ഡേ. അപ്പോൾ ഇന്നത്തെ ഡേ ഇവിടെ കഴിഞ്ഞു കേട്ടോ.